വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഇന്നൊരു മടി പിടിച്ച സൺഡേ ആയിരുന്നു. തലേ ദിവസം ഞാൻ എല്ലാം സാധാരണ ഒതുക്കി വയ്ക്കാറാണ് പതിവ്. പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേ കിടക്കാറുള്ളൂ. പക്ഷേ ഇന്നലെ എന്തോ ഭയങ്കര മടിയായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും ഭയങ്കര മടിയായിരുന്നു. എന്തായിരുന്നാലും ഞാൻ തന്നെയല്ലേ ചെയ്യണം എന്ന് വിചാരിച്ചു ഓരോ അരുവിന്ന് ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ കോലം ഇതാണ്. പാത്രമൊക്കെ കഴുകി ജസ്റ്റ് ഒന്ന് അടുക്കി പറക്കി വെച്ച ശേഷമുള്ള കോലം ഇതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കായിരിക്കും, അയ്യോ ഇത്ര പെട്ടെന്ന് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന്. ഒരുപാട് കഷ്ടപ്പെട്ട് കുറേ നേരത്തെ പരിശ്രമമാണ് നിങ്ങളിതാ കാണുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ കിച്ചൺ വ്ളോഗിൻ്റെ ആ ഒരു ക്ലീനിങ്ങും പരിപാടികളായിട്ട് ഒരു ദിവസത്തെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പക്ഷെ അത് പതുക്കെ ഇനി ഈ കിച്ചൺ ഒന്ന് വൃത്തിയിടാനോട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചൺ ക്ലീനിങ് വീഡിയോ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇനി ഇത് കുക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പഴയ അവസ്ഥയിലോട്ട് മാറിക്കോളും താനെ. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ അഗ്നിദേവനെ മനസ്സിൽ വിചാരിച്ച് കത്തിക്കുകയാണ് അടുപ്പ്. ആദ്യം ഞാൻ ഇങ്ങനെ മെഴുകുതിരിയിൽ കത്തിച്ചായിട്ടാണ് കേട്ടോ അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ ആദ്യം കുറേ പേപ്പറൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് ചുള്ളി വിറകൊക്കെ എടുത്ത് സൈഡിൽ വെച്ചിട്ടാണ് ചൂട്ട് കത്തിക്കുന്നത്. അതും കത്തിച്ച് ചുള്ളി വിറകൊക്കെ എടുത്ത് നല്ല ഉണക്ക വിറകായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കത്തി പിടിച്ചു. പിന്നെ കുറച്ച് പേപ്പർ അങ്ങനെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഞാൻ കട്ടൻ ഇടാനാണ് ആദ്യം വയ്ക്കുന്നത്. ഞാൻ എന്നും അടുക്കളയിൽ വന്ന് ആദ്യം കട്ടനാണ് ഇടാറ്. അത് കഴിഞ്ഞിട്ട് ലൂയിയുടെയും ഫുഡ് ഇന്നലെ മാറ്റി വെച്ചതാണ്. അമ്മ ഫുഡ് ജസ്റ്റ് അടുപ്പി വെച്ച് ചെറുതായിട്ട് ചൂടാക്കുന്നുണ്ട്. ഇത് നമുക്കുള്ള അരിക്കുള്ള വെള്ളമാണ്. അത് ഞാൻ ഒരിടത്ത് മാറ്റി അടച്ചു വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കണം. അതൊക്കെ എടുത്ത ശേഷം നമ്മൾ അടുത്ത പണിയിലോട്ട് ഇങ്ങനെ പോവുകയാണ്. അടുപ്പായതുകൊണ്ടായിരിക്കും വെള്ളം തിളയ്ക്കാൻ കുറച്ച് സമയം എടുക്കും. അത് കട്ടനായിരുന്നാലും സാധാരണ വെള്ളമായിരുന്നാലും എന്തായിരുന്നാലും കുറച്ച് സമയം എടുക്കും വെള്ളം തിളയ്ക്കാൻ വേണ്ടി. പക്ഷേ ബാക്കിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. എനിക്കിങ്ങനെ കട്ടൻ വയ്ക്കുമ്പോഴാണ് കുറച്ച് നേരം അധികം എടുക്കാറ്. ചിലപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് വെക്കണോണ്ടായിരിക്കും. ഒന്ന് അടുപ്പൊക്കെ ചൂടാവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞാൻ തേയിലപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് മാറ്റി വെച്ചു. അതിനുശേഷം ഫ്രിഡ്ജിരുന്ന മാവ് നന്നായിട്ട് ഒന്നും കൂടെ കലക്കി വയ്ക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ആക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ ചമ്മന്തിക്കുള്ള പരിപാടിയാണ്. ഞാൻ തേങ്ങ ഓൾറെഡി അരച്ച് വച്ചേക്കും. അത് കുറച്ച് തേങ്ങയും ഉള്ളിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എല്ലാം കൂടി ഇട്ട് അരച്ച് ജസ്റ്റ് മാറ്റി വെച്ചു. അപ്പോഴേക്കും കട്ടനായി. അത് കഴിഞ്ഞ് ഞാൻ ദോശയ്ക്കുള്ള കല്ലാണ് വയ്ക്കുന്നത്. ദോശ ചൂടാന്ന് വിചാരിച്ചു. എനിക്ക് ഗീ റോസ്റ്റാണ് ഇഷ്ടം. ഞാൻ ഗീ റോസ്റ്റും ഏട്ടന് സാധാരണ ദോശയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ ഏട്ടന് ഞാൻ സാധാരണ ദോശ ഉണ്ടാക്കിയ ശേഷമാണ് ഞാൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തടവുന്നത്, ആ തടവുന്ന ആ സംഭവം ഇല്ലാത്തത് കൊണ്ടാണ്. അതിന് വാങ്ങണം, അത് ചീത്തയായിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മസാല ദോശയല്ല, നല്ല നൈസായിട്ടാണ് ഞാൻ ദോശ ചുടാറ്. ഇപ്പുറത്തെ ചെറിയ അടുപ്പിൽ ഞാൻ ചമ്മന്തി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലൂയിയുടെയും ഫുഡ് ജസ്റ്റ് മാറ്റി വെച്ച ശേഷം ഞാൻ അതിനുള്ള പാത്രം എടുത്ത് വെച്ചു, ചട്ടി എടുത്ത് വെച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഉച്ചത്തേക്കുള്ള ഫുഡുമായി. ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചു, പക്ഷെ അത് ക്യാൻസലായി. അതുകൊണ്ട് വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. ഒരു ഷോപ്പിലോട്ടാണ്. നാളെയാണ് ഇനാഗുറേഷൻ. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ പോയി ഒന്ന് തല കാണിക്കാമെന്ന് വിചാരിച്ചു. വലുതായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് പൊട്ടും വെച്ച് ഐലൈനറും വരച്ച് പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു. അത് കഴിഞ്ഞ് ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഷോപ്പിലോട്ട് പോയി. നമ്മളെ ഷോപ്പിലാണ് ഹെൽമെറ്റൊക്കെ ഇരുന്നത്. അതിനുശേഷം ആളുടെ ഷോപ്പിൽ പോയി കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞാൻ പോസ്റ്റായി.
എന്നാലും കുഴപ്പമില്ല. ഞാൻ അവിടെ ഇങ്ങനെ ക്യാമറയിലും പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്താണ് വിസ്മയ, കട വിസ്മയ. അതുകൊണ്ട് അവിടെ പോയി ഞാൻ ഒരു ഫലൂദ കഴിച്ചു. എനിക്കെന്തോ എവിടെ പോയാലും ഫലൂദ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐസ്ക്രീമും പല്ല് ചെറിയ പ്രശ്നമുണ്ടെങ്കിലും ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പം ഒരു മനസ്സൊക്കെ ഒരു എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ഇതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്താണ് വിസ്മയ ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്തൊക്കെ വാങ്ങണമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. എനിക്കാണെങ്കിൽ കറക്റ്റ് ഒരു വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത്, വീട്ടാവശ്യത്തിനുള്ളയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത ശേഷം നമ്മൾ നേരെ താഴോട്ടാണ് പോയത്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിലോട്ടാണ് പോയത്. അവിടെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഈ ഭാഗത്തൂടെയാണ് താഴെ പോവേണ്ടത്. അത് കഴിഞ്ഞ് അവിടെ പോയപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോസ് എടുത്തു. ഇതെന്ന് പറഞ്ഞാൽ കുറേ ടിന്നാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ കുറേ ബുക്സും അതുപോലെ തന്നെ കുറേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് വാങ്ങണം എന്നൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിയില്ല. അത് കഴിഞ്ഞ് കുറേ പുലികളെ കണ്ടു. പിന്നെ കുറേ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. വെറൈറ്റി കളക്ഷൻ ഓഫ് ടോയ്സ് ആയിരുന്നു. എനിക്ക് എന്തോ ഇതൊക്കെ കണ്ടപ്പം ഇങ്ങനെ പിടിക്കാനൊക്കെ തോന്നി, പിടിച്ചിങ്ങനെ അമക്കി വയ്ക്കാനൊക്കെ തോന്നി. പക്ഷേ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവുമോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. കുറേ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ടോയ്സും ഉണ്ടായിരുന്നു. ഞാൻ കുറേ സമയം അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബില്ലടിക്കാൻ വേണ്ടി പോയി. കുറേ സാധനങ്ങൾ വാങ്ങി, പക്ഷേ വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ വിസ്മയ സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നു. ഇന്നലെ അവിടുത്തെ കുറച്ച് ക്ലിപ്സേ എടുക്കാൻ പറ്റുള്ളൂ, കാരണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിയെന്ന് നേരെ കാണിച്ചു തരാം. ഒരു ഇടിക്കല്ല് വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ പോയപ്പം ഒരു പ്ലാനും ഇല്ലായിരുന്നു. അവിടെ ജസ്റ്റ് കണ്ടപ്പോൾ എടുത്ത്. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നത് ഇതേപോലെ ഒരു ഇടിക്കല്ല് വാങ്ങണമെന്ന്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 125 രൂപയ്ക്കാണ്. 125 രൂപയ്ക്ക് വർത്തായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടിക്കല്ല് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ 2 ബ്ലാങ്കറ്റാണ് വാങ്ങിയത്. ഇത് 99 രൂപയും ഇത് 169 രൂപയും. ഇത് 169 രൂപയും ഇത് 99 രൂപയുടെ ബ്ലാങ്കറ്റാണ്. ഇത് ഓപ്പൺ ചെയ്തൊന്നും നോക്കിയില്ല. എങ്ങനെ ഇരിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് എത്രത്തോളം നീളം ഉണ്ടെന്നോ അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ എൻ്റെ മുഖം ഇപ്പോൾ ഒരുമാതിരി ഇരിക്കണം. ഞാൻ എണ്ണീറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പം ഇന്നലെ സാധനങ്ങളൊന്നും ഞാൻ പൊട്ടിച്ച് നോക്കിയില്ല. വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ രാവിലെ തന്നെ പൊട്ടിച്ച് നോക്കണം, കാരണം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതുകൊണ്ട് ഇന്നലെ പക്ഷേ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ തണ്ണിമത്തൻ്റെ പായസവും വാങ്ങിയായിരുന്നു, അപ്പോൾ അതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ബ്ലാങ്കറ്റ് ഞാനാണെങ്കിൽ പൊട്ടിക്കുന്നില്ല. ഇത് കുറച്ച് ലെങ്ത് കുറവായിരിക്കും. 99 രൂപയ്ക്ക് കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, കുഴപ്പമില്ല. 169 രൂപയ്ക്ക് ഇത് വേർത്താണ്. അടുത്ത് ഞാൻ ഈ സോപ്പാണ് വാങ്ങിയത്. ഇത് സന്തൂറിൻ്റെ സോപ്പാണ്. ഞാൻ സന്തൂറിൻ്റെ സോപ്പ് അങ്ങനെ യൂസ് ചെയ്യാത്തതാണ്. പക്ഷേ ഈ ബോക്സ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എടുക്കാമെന്ന്. ഇതിൽ 4 സോപ്പാണ് വരുന്നത്. ഞാൻ സാധാരണ സോപ്പ് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാറാണ്. ഞാൻ ലെക്സ് തന്നെ എന്തോ ഒരു റോസിൻ്റെ ഫ്ലേവർ ഉള്ളതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു ടിന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ സോപ്പുമായി ടിന്നുമായി നമുക്ക് എന്തെങ്കിലും ഇട്ട് അടച്ചൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ സോപ്പ് എടുത്തതാണ്. അടുത്തതായി ഈ ഒരു ഡസ്റ്റ്ബിന്നാണ് എടുത്തത്. ഇതെനിക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടൊരു ഒരു കാര്യമായിരുന്നു. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ഇതെനിക്ക് വേണം, അത്യാവശ്യമാണ്. ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കും ഇതും വാങ്ങുമെന്ന്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പം വിചാരിച്ചില്ല എടുക്കുമെന്ന്. പക്ഷെ അവിടെ ഇങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത അതാണല്ലോ, നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ നോക്കി നടക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്കറിയാം ഇതില്ലല്ലോ, ഇത് വാങ്ങാമെന്ന്. നമ്മൾ സാധാരണ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വാങ്ങണമെന്ന് ഓർമ്മ ആണല്ലോ. പക്ഷെ അവിടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ വാങ്ങണമെന്ന്. അപ്പം ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 35 രൂപയേ ഉള്ളൂ. അത്യാവശ്യം വലുതാണ്. എനിക്ക് ഈ ഒരു വലുത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അടുത്ത് ഞാൻ ഒരു മിക്സ്ഡ് ഫ്രൂട്ടിൻ്റെ ഒരു ഡ്രിങ്കാണ് എടുത്തിട്ടുള്ളത്. ഇത് 30 രൂപയായുള്ള 500 ml. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ വച്ചേക്കും, ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനും കുടിക്കാനൊക്കെ വേണ്ടിയിട്ട്. ജസ്റ്റ് കണ്ടപ്പോൾ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 3 പാക്കറ്റ്
വെർമസെലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയതായിട്ടുള്ള റോസ്റ്റഡ് വെർമസെലിയാണ്. ഇതിലുണ്ടാക്കുന്ന പുട്ടും ഉപ്പുമാവും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കണ്ടപ്പോൾ ഈ ഒരു 3 വെർമസെലിയായിട്ട് എടുത്തത്. ഇനി ഇതുണ്ടാക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഈ വെർമസെലി കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 3 എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു നെയ്യാണ് എടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് ഗീ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ബോട്ടിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിന് 97 രൂപയായി. ഭയങ്കര വില. അതുകൊണ്ട് ഞാൻ ഈ ചെറുതേ എടുത്തുള്ളൂ. ഞാൻ ആദ്യം വലുതാണ് നോക്കിയത്, പക്ഷെ അത് ഭയങ്കര റേറ്റ് 200 300 സംതിങ് എന്തോ ആയി. അതുകൊണ്ട് ഞാൻ ഈ ചെറിയ ടിന്നെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഫേസ് വാഷാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് റോസിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സോപ്പ് ആയിരുന്നാലും അതുപോലെ തന്നെ ഫേസ് വാഷ് ആയിരുന്നാലും എല്ലാം റോസിൻ്റെ എടുക്കും. ഇത് ഹിമാലയയുടെ റോസിൻ്റെ ആണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ ഒരു ഫേസ് വാഷ് തീർന്നത് കൊണ്ട് ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ. അടുത്ത് ഞാൻ ഒരു എവരിഡേയുടെ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചായ ഇടാൻ വേണ്ടി മാത്രമല്ല, എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യാനും വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പാൽപ്പൊടി എടുത്തിരിക്കുന്നത്. അടുത്ത ഒരു സ്കിപ്പിംഗ് റോക്കാണ്. ഇത് ആക്ച്വലി ഞാൻ എടുത്തതല്ല, ഏട്ട എടുത്തതാണ്. എനിക്കും കൂടെ ഉപകാരപ്പെടും. അത്യാവശ്യം നല്ല ലെങ്തും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ റേറ്റ് 90 രൂപയേ ഉള്ളൂ. അത്യാവശ്യം കൊള്ളാം. നല്ല അടിപൊളിയായിട്ടുള്ള ജെം റോപ്പാണ് എടുത്തേക്കുന്നത്. അടുത്തെടുത്തിട്ടുള്ളത് ഒരു ഡിറ്റർജൻറ്റ് പൗഡറാണ്. ഇതും റോസിൻ്റെയാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് റോസിൻ്റെ ഫ്ലേവർ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് റോസിൻ്റെ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇത് 90 രൂപയേ ഉള്ളൂ. അത്യാവശ്യം വേർത്തായിട്ട് തോന്നി 90 രൂപയ്ക്ക്. അതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. റോസിൻ്റെ ആണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ പാക്കറ്റാണ് കണ്ടോ. അടുത്തെടുത്തേക്കുന്നത് ഒരു ടാപ്പ് ഡിസ്പെൻസറാണ്. ഇത് 190 രൂപയായി. ഇത് നമ്മളെ ഷോപ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. നമ്മളെ സെലോ ടാപ്പില്ലേ, അതൊക്കെ ഇവിടെ വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കി വിടാം. അതിന് വേണ്ടിയിട്ടാണ് എടുത്തത്. ഇത് ഷോപ്പിലത്തേക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 3 ഹുക്ക് വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 30 രൂപയേ ഉള്ളൂ. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കറൊക്കെ വന്നിട്ടുള്ള ഹുക്കാണ്. ഇത് ഞാൻ നേരത്തെയൊക്കെ വാങ്ങുമായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പം ഇതിൻ്റെ ഒരു ഒട്ടിപ്പുണ്ടല്ലോ, അത് വിട്ടിങ്ങനെ വരും. പിന്നെ ഇത് ജസ്റ്റ് 30 രൂപയല്ലേ ഉള്ളൂ. 3 നല്ല വലുതുമാണ്. അതുകൊണ്ട് ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. ഇപ്പം തന്നെ കുറേ ജസ്റ്റ് ആയി. സോറി, മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കാം. ഇതും അത്യാവശ്യം കൊള്ളാം. അത് കഴിഞ്ഞ് എടുത്തിരിക്കുന്നത് വിമ്മിൻ്റെ ഒരു സ്ക്രബ്ബറും കൂടെ ഇൻസൈഡ് വരുന്ന ഒരു സോപ്പാണ്, നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ്. അത് കഴിഞ്ഞ് ഒരു സ്ക്രബ്ബർ പ്രത്യേകം എടുത്തിട്ടുണ്ട്. എൻ്റെ സ്ക്രബ്ബറും സോപ്പൊക്കെ ഏകദേശമായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഒരു സ്ക്രബ്ബറും പിന്നെ ഒരു സോപ്പ്. അടുത്ത് പിന്നെ ഒരു ടാപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് 20 രൂപ, ജസ്റ്റ് 20 രൂപ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 2 ക്യാരം പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ക്യാരം ബോർഡുണ്ട്. അതുകൊണ്ട് ആ പൗഡർ തീർന്നപ്പോൾ നമ്മൾ സാധാരണ പൗഡർ ഇട്ട് ആണ് കളിക്കുന്നത്. പക്ഷെ അതൊരു സ്മൂത്ത് ഇല്ല. അതുകൊണ്ട് 2 ക്യാരം പൗഡറും കൂടെ വാങ്ങിയിട്ടുണ്ട്. അത് ജസ്റ്റ് കണ്ടപ്പോൾ എടുക്കുന്നേ ഉള്ളൂ. ഒരു ഐഡിയ ഇല്ലാതെയാണ് പോയത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് എടുക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും ഒരു സോപ്പ് തന്നെയാണ്. ഇത് ഫ്ലാമയുടെ ഒരു സോപ്പാണ്. ഇത് ഏട്ടനാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ ഇത് ഒരു താല്പര്യമില്ല. എനിക്ക് റോസിൻ്റെ ആണ് ഇഷ്ടം. പിന്നെ മറ്റേത് ഞാൻ ഉപയോഗിക്കും, സന്തൂറിൻ്റെത്. അതിൻ്റെ ആ ഒരു ടിന്നും കൂടെ കിട്ടിയത് കൊണ്ടാണ് അതെടുത്തത്. അല്ലെങ്കിൽ ഞാൻ റോസിൻ്റെ ഏതെങ്കിലും ഫ്ലേവറേ എടുക്കുള്ളൂ. ഇത് ഏട്ടന് വേണ്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സാമ്പ്രാണി കപ്പാണ്. 3 ഫ്ലേവറിൽ വരുന്നതാണ്. ഇതും ഷോപ്പിലത്തേക്ക് വേണ്ടിയിട്ടാണ്. ഷോപ്പിൽ ജസ്റ്റ് കുറച്ച് മണമൊക്കെ കിട്ടട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഇതും വാങ്ങിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ദോശക്കല്ലിലൊക്കെ നമ്മളിങ്ങനെ ആക്കൂലേ, ഇതിൻ്റെ പേര് ഓയിൽ കറ്റായി, അങ്ങനെ തന്നെ തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ തടവണതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യം കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ സ്പൂൺ വെച്ചാണ് ഇങ്ങനെ ആക്കണേ. ഇത് ഉണ്ടായിരുന്നു, ചീത്തയായിപ്പോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതും കൂടെ വാങ്ങി. അത് കഴിഞ്ഞ് പാം ഓയിൽ വാങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളെ കോമൺ ആയിട്ടുള്ള യൂസിന് പാം ഓയിൽ. അത് കഴിഞ്ഞ് ഇതാ ഈ ഒരു സാധനമാണ് വാങ്ങിയത്. ഇതിൻ്റെ പേര് എന്തോ ഒരു ക്ലീനിങ് ആണ്. ഈ ഗ്ലാസ് ഒക്കെ നമ്മൾ വൈപ്പ് ചെയ്ത് ഇങ്ങനെ കളയില്ല, അതേപോലത്തെ ഒരു സാധനമാണ്. ഇതും ഷോപ്പിലത്തേക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല. ഷോപ്പിൽ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഈ ഒരു സാധനം എടുത്തേക്ക്. അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത്. ഇത് മാത്രമല്ല, ഒരു തണ്ണിമത്തൻ വാങ്ങിയായിരുന്നു. അത് ഞാനാണെങ്കിൽ ഇന്നലെ ഹാഫ് അരിഞ്ഞ് എൻ്റെ വീട്ടിലും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇന്നലെ കഴിച്ചില്ലെങ്കിൽ കേടാവും, അതുകൊണ്ട് ഇന്നലെ തന്നെ എടുത്ത് കഴിച്ചു. അത് പോയിട്ട് 2-3 മുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ചേച്ചിയുടെ കൊച്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പണിയൊന്നും ഇവിടെ ആയിട്ടില്ല. ഇനി വേണം ചോറും കഞ്ഞിയും എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.